4 മാർക്കിന്റെ ചോദ്യം നമുക്ക് പരിചയപ്പെടാം. നമുക്കറിയുന്ന കാര്യമാണ് ലെങ്ത്തിന്റെ SI യൂണിറ്റ് ആണ് മീറ്റർ എന്ന് പറയുന്നത്. മീറ്ററിന്റെ സിമ്പൽ നമ്മൾ M എന്ന് പറയുന്ന അക്ഷരം ഉപയോഗിച്ചിട്ടാണ് പറയാറ് അല്ലെ. അപ്പോൾ ഈ M എന്ന് പറയുന്ന സിമ്പൽ 2 രീതിയിൽ എഴുതിയിട്ടുണ്ട്. ക്യാപിറ്റൽ എമ്മും സ്മോൾ ലെറ്റർ എം ആയിട്ടും. ഇതിൽ ഏതായിരിക്കും കറക്റ്റ്? നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, സിമ്പിൾസ് എഴുതുന്ന സമയത്ത് സ്മോൾ ലെറ്ററിൽ മാത്രം വേണം നമ്മൾ എഴുതാൻ. സോ ഇതാണ് കറക്റ്റ് വൺ, ഇത് തെറ്റാണ്. ഇനി അടുത്തത് നമുക്ക് നോക്കാം, ന്യൂട്ടൺ അല്ലെ. നമുക്കറിയാം ഫോഴ്സ്, ബലത്തിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ സിമ്പിൾ ആണ് N എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ സിമ്പിൾ 2 രീതിയിൽ എഴുതിയിട്ടുണ്ടെന്ന് ക്യാപിറ്റൽ എൻ എന്നോ സ്മോൾ എന്നും. അപ്പൊ നമ്മൾ പഠിച്ച രീതിയിൽ പോവാണെങ്കിൽ നമ്മൾ പറയും ഇതാണ് കറക്റ്റ്. പക്ഷേ സയന്റിസ്റ്റിന്റെ പേരിൽ അറിയപ്പെടുന്ന യൂണിറ്റുകളുടെ സിമ്പിൾ എഴുതുമ്പോൾ അത് ക്യാപിറ്റൽ N കൊടുക്കണം. അവരുടെ ഒരു ബഹുമാനം കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ എന്നിൽ കൊടുക്കണം. ഫോർ എക്സാമ്പിൾ കെൽവിൻ നമ്മൾ K ക്യാപിറ്റൽ കൊടുക്കുന്നു, വോൾട്ടിന് നമ്മൾ V ക്യാപിറ്റൽ കൊടുക്കുന്നു. അങ്ങനെയാണ് നമ്മൾ കൊടുക്കുക. അപ്പൊ അത് ശ്രദ്ധിക്കണം, ഇതാണ് കറക്റ്റ്. സയന്റിസ്റ്റിന്റെ പേരിലാണ് എന്ന് നമ്മൾ പ്രത്യേകം ഓർത്ത് വെക്കണം കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കൂ, 10 കിലോ എസ് അല്ലെ. നോക്കൂ, ദെൻ 10 കിലോ അല്ലെ, 10 കിലോഗ്രാംസ് അല്ലെ, അതുപോലെ 10 കിലോ. നമ്മള് യൂണിറ്റുകൾക്ക് ഒരിക്കലും പ്ലൂറൽ ഫോം അല്ലെങ്കിൽ ബഹുവചനം കൊടുക്കേണ്ടതായിട്ടില്ല. 1 കിലോ ആണെങ്കിൽ 1 കിലോ, 2 കിലോ ആണെങ്കിൽ 2 കിലോഗ്രാംസ് എന്നൊന്നും പറയേണ്ട, 2 കിലോ എന്ന് മാത്രം നമ്മൾ പറഞ്ഞാൽ മതി. എസ് ഫോം ആവശ്യമില്ല. സോ അങ്ങനെയാണെങ്കിൽ ഇതാണ് കറക്റ്റ്. സോ നിങ്ങൾക്കുള്ള ചോദ്യമാണ് അടുത്തത്. ന്യൂട്ടൺ മീറ്റർ നമ്മൾ 2 രീതിയിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന് N എന്ന് എഴുതി സമാധാനപരമായി കുറച്ച് സ്പേസ് ഇട്ടിട്ട് ശേഷം മീറ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. മറ്റൊന്നാണെങ്കിൽ N എന്ന് എഴുതി അതിന്റെ തൊട്ടടുത്ത് തന്നെ മീറ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന് കമന്റ് ചെയ്യാം.